വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, എനർജി, ലവ്, ബ്ലിസ്, കോൺഷ്യസ്നസ് എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലിലേക്കും ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്കും നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ വിശകലനത്തിന്റെ വിഷയം അല്ലെങ്കിൽ ടൈറ്റിൽ ഇതാണ്: സത്യമായ ഉണർവ്, ഓഷോ സ്റ്റോറീസ് മലയാളം. നമ്മൾ എപ്പോഴെങ്കിലും വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാൾ വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് മുഖത്തൊരു വലിയ ചിരി വരത്തില്ലേ? തീർച്ചയായും. നമ്മൾ എനിക്കൊരു പ്രശ്നവുമില്ല, എല്ലാം ഉഷാറാണ് എന്ന് പറയും. അതന്നെ. ഉള്ളിൽ വലിയൊരു സങ്കടം കടന്ന് വിങ്ങുമ്പോഴും പുറത്തേക്കാ ചിരി വരുത്താൻ നമ്മൾ ഒരുപാട് പാടുപെടും. ശരിക്കും ഒരു നിമിഷത്തേക്കാണെങ്കിൽ കൂടി അതൊരു വലിയ ഭാരമാണ്, അല്ലേ? അതെ, അതൊരു സ്വാഭാവികമായ പ്രതിരോധമാണ്. നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ വികാരങ്ങൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ നമ്മൾ പെട്ടെന്നണിയുന്ന ഒരു താൽക്കാലിക കവചം. സമൂഹത്തിൽ ഇടപെടുമ്പോൾ പലപ്പോഴും അത് ആവശ്യമായി വന്നേക്കാം. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ കവചം അല്ലെങ്കിൽ ആ കൃത്രിമമായ പുഞ്ചിരി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അണിഞ്ഞു നടക്കേണ്ടി വന്നാലോ? അതൊരു ഭയാനകമായ അവസ്ഥയാണ്. അല്ലേ? ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം പുകയുമ്പോഴും പുറത്ത് വളരെ ശാന്തനായ, എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളായി ജീവിക്കാൻ നിങ്ങൾ നിർബന്ധിതനായാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൃത്യമായി ഈയൊരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, ഈ വിഷയം നമ്മളെ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്ന പലർക്കും സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധമാണിത്. ശരിയാണ്. എന്താണ് യഥാർത്ഥ ആത്മീയതയെന്നും ബാഹ്യമായ അഭിനയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ തന്നെ വലിയ തടവറയായി മാറുന്നതെന്നും കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഈ വിശകലനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പുറമേ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വലിയ കുപ്പായം അണിഞ്ഞുകൊണ്ട് അവർ ജീവിക്കുന്നു. ഇതിലെ മനഃശാസ്ത്രം വളരെ സങ്കീർണമാണ്. ഈ ഓഷോ കഥയിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി അനാവരണം ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് തന്നെ കടക്കാം, അല്ലേ? തീർച്ചയായും, തുടങ്ങാം. പൂനെയിലെ പ്രശസ്തമായ ഓഷോ ആശ്രമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരിക്കൽ വിദേശിയായ ഒരു ആത്മീയ ഗുരു ആ ആശ്രമത്തിലെത്തി. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ചുറ്റുമുള്ളവർക്കൊരു പ്രത്യേക ആകർഷണം തോന്നും. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ സന്തോഷവാനായ ഒരാൾ. ഓ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്രകൃതം. അതെ, ദൈവം സ്നേഹമാണ്, ലോകം മുഴുവൻ സ്നേഹമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരം സംസാരം. താൻ ആത്മീയമായി പൂർണ്ണമായും ഉണർവ് പ്രാപിച്ച വ്യക്തിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ചുറ്റുമുള്ള ശിഷ്യന്മാരും അത് അന്ധമായി വിശ്വസിച്ചു കാണും, അല്ലേ? അതെ, അവർ പൂർണ്ണമായും വിശ്വസിച്ചു. പക്ഷേ ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഒരാൾ എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാവരോടും വളരെ ദയോടെ ചിരിച്ചുകൊണ്ട് ഇടപെടുകയും ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? അല്ല, ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാം. അല്ല, ഉള്ളിൽ സങ്കടമുണ്ടെങ്കിൽ തന്നെയും പുറത്തേക്ക് നല്ലതു മാത്രം നൽകാൻ ശ്രമിക്കുന്നത് ഒരു പോസിറ്റീവായ കാര്യമല്ലേ? അങ്ങനെയെങ്കിലും ആ വ്യക്തി പതിയെ ശരിക്കും സമാധാനത്തിലേക്ക് എത്തില്ലേ എന്നാണ് എന്റെ സംശയം. പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ മാനസിക തലത്തിൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. ഇവിടെ ആ ഗുരു തന്റെ ഉള്ളിലെ യഥാർത്ഥ അവസ്ഥയെ അംഗീകരിക്കുന്നതിന് പകരം അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തത്. അതായത് സ്വന്തം വികാരങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഒരു വ്യക്തി തനിക്ക് ചുറ്റും സംഭവിക്കുന്ന അനിഷ്ടങ്ങളെയും സ്വന്തം ഉള്ളിലെ ദുഃഖത്തെയും ദേഷ്യത്തെയും ബോധപൂർവം അടിച്ചമർത്താൻ തുടങ്ങുമ്പോൾ അത് ഇല്ലാതാകുന്നില്ല. പകരം അത് മനസ്സിന്റെ ഏറ്റവും ഇരുണ്ട കോണുകളിലേക്ക് ശേഖരിക്കപ്പെടുകയാണ്. മനസ്സിലായി. അപ്പോൾ ഈ അടിച്ചമർത്തൽ വലിയ പ്രശ്നമാകും. തീർച്ചയായും. ഈ പ്രക്രിയയാണ് നമ്മൾ റിപ്രഷൻ അഥവാ അടിച്ചമർത്തൽ എന്ന് വിളിക്കുന്നത്. ഉള്ളിലെ ആ വലിയ ഇരുട്ടിനെ മറച്ചുവെക്കാൻ അയാൾക്കതിനേക്കാൾ വലിയൊരു വെളിച്ചത്തിന്റെ മുഖമൂടി പുറത്ത് കാണിക്കേണ്ടി വരുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു ഉപമയാണ് ഓർമ്മ വരുന്നത്. ഇത് കേടുവന്ന പൂപ്പൽ പിടിച്ചൊരു ചുമരിനു മുകളിൽ വളരെ ഭംഗിയുള്ള പുതിയ പെയിന്റ് അടിക്കുന്നതിന് തുല്യമല്ലേ? വളരെ കൃത്യമായ ഉപമയാണ്. ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പുറമേ ഭംഗി കാണിച്ചിട്ട് എന്താണ് കാര്യം? കാലക്രമേണ അയാൾ തന്നെ മറന്നുപോകുകയും താൻ സൃഷ്ടിച്ചെടുത്ത ആ സ്നേഹസ്വരൂപനായ വ്യക്തിയാണ് താനെന്നയാൾ വിശ്വസിച്ചു തുടങ്ങുകയും ചെയ്യും. അതായത് അദ്ദേഹം യഥാർത്ഥത്തിൽ തന്നെ വിഡ്ഢിയാക്കുകയായിരുന്നില്ലേ? സ്വന്തം മനസ്സ് തന്നെ അയാളെ കബളിപ്പിക്കുന്നുവെന്നർത്ഥം. അതെ, പൂർണ്ണമായും സ്വയം കബളിപ്പിക്കുകയായിരുന്നു.
പക്ഷേ ഓഷോയ്ക്ക് ഈ മുഖം മൂടി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ആ ഗുരുവിനെ കണ്ട മാത്രയിൽ തന്നെ അതൊരു സ്വാഭാവികമായി ഉണ്ടായ സന്തോഷമല്ലെന്നും മനസ്സ് വളരെ കഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുത്ത ഒന്നാണെന്നും ഓഷോ തിരിച്ചറിഞ്ഞു. ഓഷോയുടെ നിരീക്ഷണ പാടവം അപാരമാണ്. അതെ, ആ പുഞ്ചിരിക്കു പിന്നിലെ വലിയ ആയാസം ഓഷോ വളരെ പെട്ടെന്ന് കണ്ടു. ഇവിടെ ഏറ്റവും ആകർഷകമായ കാര്യമെന്താണെന്നാൽ ഓഷോ കണ്ടത് ആ വ്യക്തിയുടെ ഊർജ്ജനിലയിലെ വലിയൊരു പൊരുത്തക്കേടാണ്. സ്വാഭാവികമായ സന്തോഷത്തിന് ഒരായാസവുമില്ല. അതൊരു പുഴ ഒഴുകുന്നതുപോലെ വളരെ ശാന്തമാണ്. ശരിയാണ്, സ്വാഭാവികമായി ചിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. എന്നാൽ നിർമ്മിച്ചെടുത്ത സന്തോഷം നിലനിർത്താൻ വലിയൊരു ഊർജ്ജം ആവശ്യമാണ്. കാരണം ഉള്ളിൽ തിളച്ചുമറിയുന്ന ദേഷ്യത്തെയും സങ്കടത്തെയും പുറത്തുവരാതെ തടഞ്ഞു നിർത്താൻ അയാൾ തന്റെ ഊർജ്ജത്തിന്റെ സിംഹഭാഗവും ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതൊരു വല്ലാത്ത ക്ഷീണമുണ്ടാക്കുന്ന പരിപാടിയാണ്. അതെ, നിരന്തരമായ ഈ അഭിനയം വലിയ ക്ഷീണമാണ്. ആ ഗുരുവിന്റെ കണ്ണുകളിൽ ആ ക്ഷീണവും ഭയവും ഓഷോ തീർച്ചയായും കണ്ടിട്ടുണ്ടാകണം. അങ്ങനെയിരിക്കെ ആ ഗുരു ഓഷോയെ നേരിട്ട് കണ്ട് സംസാരിക്കാനെത്തി. താൻ ആത്മീയമായി പൂർണ്ണനാണെന്നും തന്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും ഇനി താൻ എന്താണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം ഓഷോയോട് ചോദിച്ചു. അവിടെയാണ് കഥയിലെ വഴിത്തിരിവ്. അതെ, അപ്പോഴാണ് ഓഷോ തികച്ചും അപ്രതീക്ഷിതമായ ആ നിർദ്ദേശം നൽകുന്നത്. ഓഷോ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു മാസക്കാലം ഈ ആശ്രമത്തിൽ കഴിയുക. പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. നിങ്ങൾ ഒരു തരത്തിലുള്ള ആത്മീയ പരിശീലനവും ഇവിടെ വെച്ച് ചെയ്യരുത്. ഒരു പരിശീലനവും പാടില്ല. ധ്യാനിക്കരുത്, പ്രസംഗിക്കരുത്, ദൈവം സ്നേഹമാണ് എന്ന് ആരോടും പറയരുത്. വെറുതെയിരിക്കണം. ഇത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഏതൊരാളും അത്ഭുതപ്പെടും. അല്ല, ഒരു ആത്മീയ ഗുരു മറ്റൊരു ആത്മീയ അന്വേഷിയോട് ധ്യാനിക്കരുതെന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? ധ്യാനം മനസ്സിന് സമാധാനം നൽകേണ്ട ഒന്നല്ലേ? ഇതിനെ വിശാലമായ ഒരു തലത്തിൽ നോക്കിയാൽ ആ നിർദ്ദേശത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. സാധാരണക്കാർക്ക് ധ്യാനം സമാധാനം നൽകുന്ന ഒന്നായിരിക്കാം. എന്നാൽ ഈ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആത്മീയ പരിശീലനങ്ങളും എപ്പോഴും ദൈവം സ്നേഹമാണ് എന്ന് ഉരുവിടുന്നതും എല്ലാം വെറും ഒളിച്ചോട്ടങ്ങളായിരുന്നു. അതായത് ഇതൊക്കെ ഒരു തരം എസ്കേപ്പിസമായിരുന്നു. അതെ അതെ, സ്വന്തം ഉള്ളിലെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതിരിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി അദ്ദേഹം ആത്മീയതയെ മാറ്റിയിരുന്നു. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുക എന്നത് മനുഷ്യന്റെ ഒരു സാധാരണ സ്വഭാവമാണ്. ശരിയാണ്, നമ്മളെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഫോൺ നോക്കുന്നതാകാം, സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇവിടെ ഈ ഗുരുവിനെ പോലെ ധ്യാനിക്കുന്നതാകാം. ഇതൊക്കെയും നമ്മളിൽ നിന്ന് തന്നെ നമ്മെ അകറ്റി നിർത്താനുള്ള ശ്രദ്ധ തിരിക്കലുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലഹരി ഈ ആത്മീയ പ്രഭാഷണങ്ങളായിരുന്നു എന്ന് പറയാം. തീർച്ചയായും. പൂർണ്ണമായി ഉണർവ് പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരാൾക്ക് വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഇത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം വളരെ ലളിതമാണ്. വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായി തോന്നാമെങ്കിലും ഉള്ളിൽ അശാന്തി ഒളിച്ചുവെച്ചിട്ടുള്ള ഒരാൾക്കതൊരു നരകതുല്യമായ അനുഭവമാണ്. ശരിയാണ്, ചിന്തകൾ ഇരച്ചു കയറും. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബാഹ്യലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിയുകയും ചെയ്യും. അപ്പോൾ അവിടെ അടക്കിവെച്ചിട്ടുള്ള സകല വികാരങ്ങളും ഭയങ്ങളും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി പല്ലിളിക്കും. ആ അവസ്ഥയെ നേരിടാനുള്ള ഭയമാണ് പലരെയും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? ഈ ഭയം എത്രത്തോളം വലുതായിരുന്നുവെന്ന് കഥയുടെ ബാക്കി ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. അതെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ നിർദ്ദേശം ലഭിച്ച ശേഷം ആദ്യത്തെ കുറച്ച് ദിവസം ആ ഗുരു തന്റെ പഴയ സന്തോഷം എങ്ങനെയൊക്കെയോ നിലനിർത്താൻ ശ്രമിച്ചു. അവിടെയും ഇവിടെയും പോയി വെറുതെ ഇരുന്നു, കണ്ടവരോടൊക്കെ പഴയതുപോലെ ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞതോടെ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. ആ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ തുടങ്ങിയല്ലേ? അതെ, പ്രസംഗിക്കാനോ ആളുകളുടെ പ്രോത്സാഹനമോ ഇല്ലാതായതോടെ അദ്ദേഹത്തിന്റെ മുഖമൂടി പൂർണ്ണമായും അഴിഞ്ഞു വീഴാൻ തുടങ്ങി. അവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ആ കൃത്രിമമായ വ്യക്തിത്വത്തിന് നിലനിൽക്കാൻ മറ്റുള്ളവരിൽ നിന്നുള്ള ഊർജം ആവശ്യമായിരുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധയും പ്രോത്സാഹനവും. അതെ അതെ, ആളുകൾ അദ്ദേഹത്തെ ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആ ഊർജമാണ് അദ്ദേഹത്തിന്റെ അഹംഭാവത്തെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത്. അതില്ലാതായലോടെ അദ്ദേഹത്തിന്റെ അടിത്തറ ഇളകാൻ തുടങ്ങി. കൃത്യം. ആ അടിത്തറ ഇളകിയതോടെ അദ്ദേഹം പതിയെ കടുത്ത വിഷാദത്തിലേക്കും ദേഷ്യത്തിലേക്കും വഴുതി വീഴാൻ തുടങ്ങി. എപ്പോഴും സ്നേഹം എന്നു പറഞ്ഞിരുന്നയാൾ വളരെ ചെറിയ കാര്യങ്ങൾക്കു പോലും മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനും ആക്രോശിക്കാനും തുടങ്ങി.
വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായത്. വെറും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ആകെ തകർന്നുപോയി. തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ഒടുവിൽ താൻ ആരെന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്തത്ര ഗതികെട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓഷോയുടെ അടുത്തെത്തി. ഈ തകർച്ച നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നെഗറ്റീവ് വികാരങ്ങളെ എത്രത്തോളം അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ശക്തിയോടെ അവ പുറത്തുവരും. വെറുതെയിരിക്കാൻ പറഞ്ഞപ്പോൾ ഉള്ളിൽ കുന്നുകൂടി കിടന്ന അഴുക്കുകൾ മുഴുവൻ പുറത്തുവന്നു. വെള്ളത്തിനടിയിലേക്ക് ബലമായി താഴ്ത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. നല്ലൊരു ഉപമയാണല്ലോ. തുടക്കത്തിൽ നമ്മൾ നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അതിനെ താഴ്ത്തി നിർത്തും. എന്നാൽ എത്രത്തോളം ആഴത്തിലേക്ക് നമ്മൾ അതിനെ അടിച്ചമർത്തുന്നുവോ അത്രത്തോളം വലിയ ശക്തിയോടെ അത് നമ്മുടെ മുഖത്തേക്ക് തന്നെ തിരികെ തിരിക്കും, അല്ലേ? വളരെ കൃത്യം. ആ പന്ത് താഴ്ത്തിപ്പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ വലിയ ഊർജമുണ്ടല്ലോ, അതാണ് ആ ഗുരു തന്റെ ചിരി നിലനിർത്താൻ വേണ്ടി വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെ അതെ. ഓഷോ അദ്ദേഹത്തോട് വെറുതെ ഇരിക്കാൻ പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ആ കൈകളിലെ ബലം നഷ്ടപ്പെടുകയാണ്. ആ ഊർജം നിലച്ചതോടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ അതിശക്തമായി പുറത്തേക്ക് തെറിച്ചു. ഈയൊരു പൊട്ടിത്തെറിക്ക് ശേഷമാണ് ഓഷോ യഥാർത്ഥ സത്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെയെല്ലാം അർത്ഥം എന്താണ്? ഓഷോ അദ്ദേഹത്തിന് നൽകിയ 4 സുപ്രധാന പാഠങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതെ, ആ പാഠങ്ങളാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഒന്നാമത്തെ പാഠം പോസിറ്റിവിറ്റി ഒരു മുഖമൂടിയാകരുത് എന്നതാണ്. നമ്മളിൽ പലരും എപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഉള്ളിൽ ഇരുട്ട് വെച്ചുകൊണ്ട് പുറത്ത് വെളിച്ചം കാണിക്കുന്നത് ആത്മീയതയല്ല എന്ന് ഓഷോ പറയുന്നു. അതെ, അത് വെറുമൊരു മാനസികമായ അഭിനയം മാത്രമാണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി. ദുഃഖത്തെയും ദേഷ്യത്തെയും അടിച്ചമർത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സന്തോഷം ഒരിക്കലും യഥാർത്ഥമല്ല. ശരിയാണ്. ഇനി രണ്ടാമത്തെ പാഠം അടിച്ചമർത്തൽ അപകടമാണ് എന്നതാണ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വികാരങ്ങളെ നാം എത്രത്തോളം അടിച്ചമർത്തുന്നുവോ അത്രത്തോളം ശക്തിയോടെ അവ പിന്നീട് പുറത്തുവരും. ഇവിടെ ഓഷോയുടെ ഒരു വാചകം നമ്മൾ ഓർക്കണം. നിങ്ങൾ എന്തിനെയാണോ എതിർക്കുന്നത് അത് നിങ്ങളെ വിട്ടുപോകാതെ പിന്തുടരും. വികാരങ്ങളെ അടിച്ചമർത്തലല്ല, മറിച്ച് അവയെ മനസ്സിലാക്കലാണ് യഥാർത്ഥ ഉണർവ്. അതായത് ദുഃഖത്തെ നമ്മൾ പേടിച്ചകറ്റാൻ ശ്രമിച്ചാൽ അതൊരു നിഴൽ പോലെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവാണ്. തീർച്ചയായും വികാരങ്ങളോട് പൊരുതുന്നത് അവയ്ക്ക് കൂടുതൽ ശക്തി നൽകാനേ ഉപകരിക്കൂ. ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് വരാം. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. സാക്ഷിയാവുക, അഥവാ ബി എ വിറ്റ്നസ്. സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാനും ദുഃഖം വരുമ്പോൾ അത് പൂർണ്ണമായി അനുഭവിക്കാനുമുള്ള കഴിവ്. അതാണ് യഥാർത്ഥമായ സ്വതന്ത്രാവസ്ഥ. ഞാൻ എപ്പോഴും സന്തോഷവാനാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കുന്നതിനു പകരം ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളെ ഒരു സാക്ഷിയായി നിന്ന് നോക്കിക്കാണാനാണ് ഓഷോ പഠിപ്പിക്കുന്നത്. എനിക്കിതിനെ ഒരു തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നത് പോലെയാണ് തോന്നുന്നത്. അതായത് സിനിമയിലെ സംഭവങ്ങൾ നമ്മളെ നേരിട്ട് ബാധിക്കില്ല എന്നതുപോലെ, അല്ലേ? കൃത്യം. നമ്മൾ സിനിമ കാണുമ്പോൾ സ്ക്രീനിൽ ഒരുപാട് സങ്കടങ്ങളും യുദ്ധവും എല്ലാം നടക്കുന്നുണ്ടാകും. നമ്മൾ കരയാറുമുണ്ട്. എന്നാൽ നമ്മൾ ആ സിനിമയിലെ കഥാപാത്രമല്ലെന്നും തിയേറ്ററിലിരിക്കുന്ന ഒരു പ്രേക്ഷകൻ മാത്രമാണെന്ന് നമുക്കറിയാം. നമ്മുടെ വികാരങ്ങളെ ഇങ്ങനെ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്നതല്ലേ ഈ സാക്ഷിഭാവം? വളരെ മികച്ചൊരു വിശകലനമാണിത്. മനസ്സിന്റെ കെണികളിൽ വീഴാതെ അതിനെ ഒരു സാക്ഷിയായി നിരീക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. അവിടെയാണ് നാലാമത്തെയും അവസാനത്തെയും പാഠം പ്രസക്തമാകുന്നത്. ആധികാരികതയാണ് പ്രധാനം. അതായത് ഒത്തന്റിസിറ്റി ഈസ് കീ. നമ്മൾ ആരാണോ അതായി തന്നെ ഇരിക്കുക. അതെ, കപടമായ വിശുദ്ധിയേക്കാൾ എപ്പോഴും നല്ലത് ആത്മാർത്ഥമായ മനുഷ്യത്വമാണെന്ന് ഓഷോ അടിവരയിട്ട് പറയുന്നു. യഥാർത്ഥ ആനന്ദമെന്നത് ദുഃഖമില്ലാത്ത അവസ്ഥയല്ല, പിന്നെ എന്താണ്? മറിച്ച് എല്ലാ വികാരങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ശാന്തതയാണ്. ഉള്ളിലെ അഴുക്കുകൾ പൂർണ്ണമായും പുറത്തുപോയാൽ മാത്രമേ ആ യഥാർത്ഥമായ ആനന്ദം അവിടെ നിറയുകയുള്ളൂ. വളരെ ശരിയാണ്. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നതിതാണ്, ആ വിദേശി ഗുരു യഥാർത്ഥത്തിൽ എല്ലാം സ്നേഹമാണ് എന്ന മനോഹരമായ ഒരു തടവറയിലായിരുന്നു. സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അതൊരു തടവറ തന്നെയാണ്. അതെ, ഓഷോ അദ്ദേഹത്തിന്റെ ആ തടവറ തകർക്കുകയും യഥാർത്ഥ സ്വത്വത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തു. അഭിനയിക്കുന്നത് നിർത്തുക, അനുഭവിക്കാൻ തുടങ്ങുക എന്നതാണ് ഈ സംഭവത്തിൽ നിന്നുള്ള ഏറ്റവും കാതലായ സന്ദേശം. ആത്മീയത എന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കലല്ല, മറിച്ച് ഉള്ളിലുള്ള ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒരുപോലെ സാക്ഷിയായി നിന്ന് കാണുന്നതാണ്. അതെ. ഇനി ഈ വിശകലനം കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്.
നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം പോസിറ്റിവിറ്റിയുടെ മുഖമൂടികൾ അണിയാറുണ്ടോ? എല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ദുഃഖത്തെയും ദേഷ്യത്തെയും സ്വാഭാവികമായ വികാരങ്ങളായി അംഗീകരിക്കുന്നതിനു പകരം അവയെ ഒളിപ്പിച്ചുവെക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? ഇതൊരു സുപ്രധാന ചോദ്യമുയർത്തുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ വെറുക്കുന്നതിന് പകരം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥ സമാധാനം ലഭിക്കൂവെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതെ, എന്താണാ ചിന്ത? നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്ന, എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോലായി മാറാൻ സാധ്യതയുള്ള ആ നെഗറ്റീവ് വികാരം എന്തായിരിക്കും? വളരെ ആഴത്തിലുള്ള, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യമാണത്. ആ വലിയ ചോദ്യം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുകയാണ്. ഈ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക്സ്. എനർജി, ലവ്, ബ്ലിസ്, കോൺഷ്യസ്നസ് എന്ന നിങ്ങളുടെ യാത്ര തുടരുക. ആന്തരികമായ സത്യങ്ങളെ ഭയമില്ലാതെ നേരിടാൻ ഈ ചിന്തകൾ നിങ്ങൾക്ക് കരുത്തേകട്ടെ എന്ന് ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വെൽക്കം.